എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ ബാത്റൂമിന്റെ ടൈല്, അതുപോലെ തന്നെ ക്ലോസറ്റ്, പിന്നെ വാഷ് ബേസിൻ. അപ്പോ ഇതൊക്കെ എത്ര കറ പുരണ്ടതായാലും അതൊക്കെ തന്നെ പെട്ടെന്ന് ഇല്ലാതാക്കി അതിലെ മൊത്തം അഴുക്കും നമുക്ക് തുടച്ചു മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് കേട്ടോ നമ്മൾ ഇവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഇതിനായിട്ട് നമ്മള് ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോ ഒരു 2 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ സാദാ പൊടിയുപ്പാണ് നമുക്ക് വേണ്ടത്. കല്ലുപ്പല്ല, പൊടിയുപ്പാണ് വേണ്ടത്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു 2 ടീസ്പൂൺ സോപ്പ് പൊടിയാണ് കേട്ടോ. 2 ടീസ്പൂൺ സോപ്പ് പൊടിയാണ്, നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് പൊടിയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കണം. അപ്പൊ ദാ നമ്മുടെ സോപ്പ് പൊടിയും അതുപോലെ തന്നെ പൊടിയുപ്പൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ചേർത്ത് ഇളക്കണം കേട്ടോ, രണ്ടും കൂടി ഒന്ന് കൂടി കലരാൻ വേണ്ടിയിട്ട്. അപ്പോ ഇനി നമുക്ക് വേണ്ടത് ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് വേണ്ടത്. അപ്പോ ഈ ലിക്വിഡ് നമുക്ക് ഒരു 6 ഡ്രോപ്സ് നമുക്കത് ഒഴിച്ചു കൊടുക്കണം അതിലോട്ട്. അപ്പൊ ഏത് ലിക്വിഡ് ആയാലും നമ്മൾ എടുത്താൽ മതി. ഞാനിവിടെ ഏരിയലിന്റെ പവർ ജെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കംഫർട്ട് ആണ് കേട്ടോ. അതായത് കുറച്ച് നല്ല ഗന്ധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കംഫർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പല സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് മണത്തിനൊക്കെ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ബാത്റൂമിൽ. അപ്പോ ആ ഒരു അതേ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കംഫർട്ട് അതിലേക്ക് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പ്രധാനമായിട്ടും നമ്മുടെ അഴുക്കിനൊക്കെ തുടച്ചു കളയാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, അപ്പൊ എത്ര കറയുണ്ടെങ്കിലും അതെല്ലാം നന്നായിട്ട് പോരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ വിനാഗിരി എന്ന് പറയുന്നത്. അപ്പൊ അത് ഞാൻ അതിന്റെ മൂടിയിൽ തന്നെ 2 മൂടി ആണ് എടുത്തിരിക്കുന്നത്, ഇത് വിനാഗിരി. അപ്പൊ അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വിനാഗിരിയും സോപ്പ് പൊടിയും ഉപ്പുപൊടിയും അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് അത് നന്നായിട്ട് തന്നെ ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുക. അപ്പോ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്, നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ വെള്ളം ചേർത്ത് കൊടുക്കാന്, അതായത് നമുക്ക് എത്രത്തോളമാണോ വൃത്തിയാക്കാനായിട്ട് ആവശ്യമുള്ളത് അതുപോലെ ഞാൻ അതിനനുസരിച്ച് കൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപാട് ലൂസ് ആയിട്ട് പോവരുത്, എന്നാൽ കുറച്ചൊരു കട്ടിയിലും ഇരിക്കുന്ന വിധത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഞാൻ കുറച്ചുകൂടെ നമുക്ക് കുറച്ച് അധികം ഭാഗങ്ങളിൽ തന്നെ ഇത് നന്നായിട്ട് എനിക്ക് ഇവിടെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈലിന്റെ നിറം മങ്ങി പോകാനൊക്കെ ആയിട്ട് കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല പോറലുകളൊക്കെ വരാനായിട്ട് കാരണമാകും. അപ്പൊ നമുക്ക് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാ ഞാൻ ഈ പഴയ ഒരു വാഷ് ബേസിനിലേക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് നമ്മൾ തുള്ളി തുള്ളി ആയിട്ടൊന്ന് അത് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലോസറ്റ്, അപ്പൊ അതിനകത്തൊക്കെ ഒരുപാട് കറയുണ്ട് കേട്ടോ. അപ്പോ അതിനകത്തോട്ടൊക്കെ ഞാൻ ഇതൊന്ന് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബാത്റൂമിന്റെ ചുമരിലെ ടൈല്, അപ്പൊ അതിനകത്തും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ വൃത്തിയാക്കിയിട്ടും പിന്നെ ബാത്റൂമിലെ ഫ്ലോറിൽ നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഞാന് ഒരു ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് വാഷ് ബേസിന്റെ അവിടെ നന്നായിട്ടൊന്ന്, ഒരുപാട് സ്ക്രബ് ആക്കരുത്, വളരെ കുറച്ച് ഒരു നേർത്ത രീതിയിൽ മാത്രം സ്ക്രബ് ചെയ്ത് ഞാനതൊന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. പ്രത്യേകിച്ച് ഈ ഒരു ലായനിക്കകത്ത് വിനാഗിരിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കറ ഇളകി പോരാനായിട്ടും അതുപോലെ തന്നെ ഈ ബേസിനകത്തുള്ള അണുക്കളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട്, അണുവിമുക്തമാക്കാനൊക്കെ ആയിട്ടും ഈ ഒരു വിനാഗിരി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാത്രമല്ല നമുക്കൊരു തിളക്കം നൽകാനൊക്കെ ആയിട്ടും വിനാഗിരി നല്ലതാണ്. അപ്പൊ ഒരു തരത്തിലുള്ള പ്രശ്നം ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല കേട്ടോ. ഇതാ നന്നായിട്ട് അത് ക്ലീൻ ആയി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ലോസറ്റിലും ഇത് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ആദ്യം ഈ ലൈൻ എല്ലായിടത്തും ഒന്ന് തളിച്ചു വെച്ചതിന് 10 മിനിറ്റിന് ശേഷമാണ് ഇത് നമ്മൾ വൃത്തിയാക്കാനായിട്ട് തുടങ്ങേണ്ടത് കേട്ടോ. എന്നാലാണ് നന്നായിട്ട് അഴുക്കൊക്കെ ഇങ്ങോട്ട് പോരുള്ളൂ. ഫ്ലോർ ടൈലുകളിലൊക്കെ ഒരുപാട് രാസവസ്തുക്കളൊക്കെ അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇത് അതിന്റെ ഉപരിതലത്തിനെ നശിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോ നാച്ചുറൽ ആയിട്ടുള്ള ക്ലീനറുകളൊക്കെ ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് ആണ് കേട്ടോ. ബൈ.